ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം ഇതൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ എഴുന്നേക്കാൻ തന്നെ കുറച്ച് വൈകിപ്പോയി. ഏകദേശം ഒരു 8:30 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് ഡയറക്റ്റ് നമ്മൾ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. സൂചേട്ടൻ എണീറ്റിട്ടില്ല. രണ്ട് മക്കളും ഹാളിൽ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ തലേ ദിവസത്തെ മീൻകറി ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ പാലടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചായ തിളപ്പിക്കാനായിട്ട്. അങ്ങനെ ഇതേ ചായയൊക്കെ തിളച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ടു കേട്ടോ. ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് വേണം. പരിപ്പ് കറിയാണെന്ന് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയും പരിപ്പ് കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഇത് ഞാൻ സുക്രൂന് നമ്മുടെ ബോംബെ മിച്ചറില്ലേ അത് കൊണ്ടേ കൊടുത്തിട്ടാ ചായം. അത് അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണ്. അപ്പൊ തുമ്പി അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചോളും. കുറച്ച് സമയം അങ്ങനെ നമുക്ക് ഫ്രീ കിട്ടും കേട്ടോ. അപ്പൊ ഇത് ചപ്പാത്തിക്ക് വേഗമായിട്ട് കുഴച്ചു ചപ്പാത്തി പരത്തിയിട്ടാ. അപ്പൊ ഇത് നമ്മുടെ സ്ലാബൊക്കെ ഇത് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ്. അപ്പൊ അതൊക്കെ വൃത്തിയാക്കണം. അപ്പൊ ഇത് ഞാൻ ഹാളിലേക്ക് ചെന്ന് നോക്കുമ്പോഴുണ്ട് രണ്ടുപേരും മിച്ചർ വായിലേക്ക് പോണതിന് പകരം ഹാളിലേക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ദേ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ കാസറോളിലാക്കിയിട്ട് മാറ്റി വെച്ചു. ചോറും അതേപോലെ തന്നെ ഞാൻ പരിപ്പ് വേവിക്കുന്നതോടൊപ്പം ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുതന്നെ ഞാൻ വേഗം തന്നെ തുമ്പിമോളെ കുളിപ്പിച്ചു. അപ്പൊ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വേഗം തന്നെ ഉറങ്ങും. അതുകൊണ്ട് തന്നെ അവളെ ആദ്യം തന്നെ കുളിപ്പിച്ചു കേട്ടോ. അപ്പൊ ദേ സുചേട്ടൻ പുറത്ത് കുറച്ച് പണിയിലാണ്, അലക്കാനിട്ടു. അപ്പൊ ദേ നമ്മുടെ കിച്ചൺ കണ്ടില്ല, ഈ ഒരു അലങ്കോല അവസ്ഥയിലാണ്. അങ്ങനെ ദേ പരിപ്പ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ദേ കിച്ചൺ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്കിതൊന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോഴേക്കും ദേ തുമ്പിമോൾ ഉറങ്ങുന്നതാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അതിനുശേഷം സുചേട്ടൻ പറഞ്ഞു എന്നിട്ടാണ് നാരങ്ങവെള്ളം കലക്കാനായിട്ട്. അപ്പൊ ഞാൻ നാരങ്ങവെള്ളം കലക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടിച്ചു. അങ്ങനെ ദേ റൂമൊക്കെ നല്ലോണം വൃത്തിയാക്കി നമ്മൾ തുടച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തലേ ദിവസം ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീഫ് കറി വെച്ചു. അതിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ദേ ബീഫാണ് ആ കുക്കറിൽ ഇരിക്കുന്നത്. പിന്നെ കായിട്ടിട്ടുള്ള ബീഫാണ് കേട്ടോ. അപ്പൊ കുക്കറിൽ ആദ്യം വിസിൽ വന്നതിന് ശേഷം കായിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചോറൊക്കെ തിന്നിട്ടാ. അങ്ങനെ ദേ കുറച്ചു നേരം ഉറങ്ങാനായിട്ട് പോയി. അപ്പോൾ ജസ്റ്റ് ഒരു മഴക്കാറ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തണുപ്പൊന്നുമില്ല, എന്നാലും നല്ല ചൂടായിരുന്നു. എന്നാലും മഴക്കാറ് പോലെ ഉണ്ട്. അതേ തുമ്പിയൊക്കെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് അങ്ങനെ ഇനിയിപ്പോ തുമ്പിയുടെയും സുക്കുറിന്റെ പുറകിലായിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റുമൊന്നുമില്ല. ജസ്റ്റ് ഒരു പേരിന് കിടന്നേ ഉള്ളൂ, പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല. അതേ തുമ്പി മോൾക്ക് ഞാനും ബിസ്ക്കറ്റ് കൊടുക്കാൻ കേട്ടോ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് കൂടുതൽ ഇഷ്ടമാണ്. ഇവരെല്ലാം തിന്നില്ല, അവർക്ക് ഇഷ്ടമുള്ള മാത്രമേ അവർ തിന്നുള്ളൂ. അപ്പൊ ചേട്ടൻ എന്താണ് ഇഷ്ടം അത് തന്നെയാണ് അനിയത്തിക്ക് ഇഷ്ടം, അങ്ങനെയാണ്. അതേ തുമ്പിനായിട്ടുള്ള ഒരു ഗുസ്തി പിടുത്തത്തിലാണ്. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോയും ഇല്ല, കാരണം എനിക്ക് കുറെ പണികൾ ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒന്നും തീരൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേ സുക്രുവിനോട് ഹായ് ഒക്കെ കാണിക്കാൻ പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവൻ ഇങ്ങനെ പുറത്തൊക്കെ ഇന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തുമ്പി മോളും ഞാനും കൂടെ ഇങ്ങനെ എറാത്തിരിക്കുകയാണ്. സൂചേട്ടൻ പുറത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സൂചേട്ടൻ പറഞ്ഞു നമുക്ക് പാടത്തോട്ട് പോകാം. നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പാടാണ്. അപ്പൊ പോണ വഴിക്ക് അപ്പുറത്തെ വീട്ടുകാരായിട്ട് കുറച്ചേരം ഇങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മൾ പാടത്തോട്ട് പോവാണ്ട് കാണുന്നത്. പാടത്തിന്റെ അരികിൽ തന്നെ സുക്രുവിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഐഷു. അവരെ വീടുണ്ട് കേട്ടോ. അപ്പം സുക്രുവിന് വളരെ ഇൻട്രസ്റ്റ് ആണ് ആ വഴി പോവാനായിട്ട്. അങ്ങനെ ഇതാണ് പാടം, കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 5:30 6 മണി സമയത്ത് ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈബായിരിക്കും കേട്ടോ. അപ്പൊ ദേ നമ്മുടെ പോത്തുണ്ട്, നമ്മുടെ ഐസുക്കുട്ടിയുടെ പോത്താണ്. രണ്ട് പോത്തുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിന്റെ അപ്പുറത്ത് രണ്ടുപേര് പോത്തിനൊക്കെ വളർത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ സുക്രുവിന് കുറച്ച് കളിക്കാരെ കിട്ടി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ടാ. അതിനുശേഷം നമ്മുടെ വീടിന്റെ അടുത്തുള്ള രണ്ടുപേര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മള് മാങ്ങ ജ്യൂസ് അടിക്കാനായിട്ട് ഒരു മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ പൾപ്പൊക്കെ ഞാൻ എടുത്ത് മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റുവാണ് കേട്ടോ. പിന്നെ അതിനുശേഷമുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത്രേ ഉള്ളൂ കേട്ടോ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.